ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടി നിറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും എപ്പോഴും റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 1 മന്ത് മുന്നേ ആണ് കേട്ടോ, പക്ഷേ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. എൻ്റെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊതുവേ രാവിലെ എല്ലാവർക്കും ഉള്ള കലാപരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 9 o'clock ആകുമ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. അതിന് ശേഷം ഞാൻ ക്രാഫ്റ്റ് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ഒരു 1/2 hours ഞാൻ എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാറുണ്ട്. ഞാൻ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്തതായിരുന്നു ദുബായിൽ. കറൻ്റ്ലി ഇപ്പോൾ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് CV അയക്കാണ്. അപ്പോൾ ഒരു 1/2 hour അല്ലെങ്കിൽ ഒരു 1 hour CV ഒക്കെ അയച്ചതിന് ശേഷം മെയിൽസിനൊക്കെ റിപ്ലൈ കൊടുത്തിട്ടാണ് ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഞാനിരുന്ന് CV അയക്കാണ്, പക്ഷേ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ കറൻ്റ്ലി ഞാൻ വർക്കിംഗ് ആണ്. അൽഹംദുലില്ലാ, പുതിയ ജോലി കിട്ടി, അതുപോലെ പുതിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു ടൈം പീരീഡിലായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോസിലായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ള അടുത്ത ഡൗട്ടായിരിക്കും, ഇനി ജോലിക്കൊക്കെ പോകുമ്പോൾ ക്രാഫ്റ്റ് വർക്ക്സൊക്കെ കണ്ടിന്യൂ ചെയ്യുമെന്ന്. ഞാൻ ഈ ഒരു ക്രാഫ്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് 2019 അന്ന് ഞാൻ ലാസ്റ്റ് ഇയർ BTech പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വർക്കും അതുപോലെ തന്നെ എൻ്റെ പഠിപ്പും കൂടി കണ്ടിന്യൂ ചെയ്തു. പഠിച്ചതിന് ശേഷം ട്രിവാൻഡ്രത്തേക്ക് ജോലിയായി ഷിഫ്റ്റായി. അന്നും ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ട് ട്രിവാൻഡ്രത്തേക്ക് പോയി അന്നും ഈ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നീടുള്ള എല്ലാ ലൈഫ് ചേഞ്ചിലും ഈ ഒരു പാഷൻ മാത്രം ഞാൻ എവിടെയും വിട്ടിട്ടില്ല. അതെൻ്റെ പ്രൊഫഷനോടൊപ്പം തന്നെ കൊണ്ടുപോകാറുണ്ട്. അൽഹംദുലില്ലാ, ഇതുവരെ എനിക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും കഴിയട്ടെ. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പാർസൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അൺബോക്സ് ചെയ്യാണ്. ഇതൊക്കെ ഞാൻ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണ് കേട്ടോ. ഒരു ടീഷർട്ട്, പിന്നെ ഷൂസ്, പിന്നെ ഒരു ഷർട്ട്, ഇതൊക്കെയാണ് ഒരു ഷൂസ് കൂടെയുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു ബാഗിലുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് വർക്ക് ചെയ്യാം. ഇന്ന് എനിക്കൊരു ഷർട്ട് ബോക്സ് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് ചോക്ലേറ്റ് വേണം, ഒരു ഡയറി മിൽക്ക്, പിന്നെ കുറച്ച് ഫെറാറോ റോഷർ, പിന്നെ കുറച്ച് കിറ്റ്കാറ്റ്. ഇതായിരുന്നു കേട്ടോ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഞാനൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ വർക്കിംഗ് ഡയറിയിൽ, ബിസിനസ് ഡയറിയിൽ ഞാനതൊക്കെ എഴുതി വെക്കും. പിന്നെ നമുക്ക് അങ്ങോട്ട് മറന്നു പോകില്ലല്ലോ. അപ്പം അതനുസരിച്ചിട്ട് എന്തൊക്കെയാണോ വേണ്ടത് ഇങ്ങനെ ടിക്ക് ഇട്ടിട്ട് പോവാണ് ചെയ്യുക. അപ്പം ഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചോക്ലേറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു സിമ്പിൾ കാർഡ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാർഡ് കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മളുടെ താങ്ക് യു കാർഡ് കൂടി വെച്ച് കൊടുക്കും. ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ എൻ്റെ പേപ്പേഴ്സൊക്കെ ഇടാറുള്ളത്. കോഡ്സും അതുപോലെ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും ഈ ഒരു ബോക്സിൽ ഇട്ട് വെക്കും. അപ്പോൾ എവിടെയും കളഞ്ഞു പോവില്ല. എന്തെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ബോക്സിൽ തപ്പിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ സിമ്പിൾ കാർഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ട് ഒന്ന് മടക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബോക്സ് കൂടി സെലക്ട് ചെയ്യാം. ഗിഫ്റ്റ് ബോക്സൊക്കെ സെലക്ട് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. ഓരോ കസ്റ്റമറുടെ പ്രൊഡക്റ്റും ഏത് ബോക്സിലാണോ സ്യൂട്ടാവുന്നത് അതനുസരിച്ച് ഞാൻ അത് സെലക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഞാനൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കസ്റ്റമർ പറഞ്ഞതനുസരിച്ചിട്ട് ഷർട്ടും പിന്നെ ചോക്ലേറ്റും ആ ഒരു സിമ്പിൾ കാർഡ് കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്നത്തെയും പോലെ ഇതിന് നല്ല രീതിയിലൊന്ന് ഫോട്ടോ എടുക്കണം, പിന്നെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് കൊറിയർ ചെയ്യണം. കാരണം നമുക്കിത് കൊണ്ടുപോയി കൊടുക്കാനല്ല, കൊറിയർ ചെയ്യേണ്ട പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫോട്ടോ പ്ലേസിൽ നിന്ന് ബാക്കിയുള്ള ബോക്സസൊക്കെ ഒന്നെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. ഇതിനനുസരിച്ചുള്ള ഒരു പോട്ടും പിന്നെ ഫ്ലാസ്സൊക്കെ വെച്ചിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോക്ലേറ്റ് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും കേട്ടോ. കാരണം കൊറിയർ ചെയ്യുമ്പം തട്ടിയും മുട്ടൊക്കെ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് അങ്ങും ഇങ്ങുമൊക്കെ പോയിട്ട് ഷർട്ടിനൊക്കെ ആയാലോ. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കും. പിന്നെ എന്നത്തെയും പോലെ ഷർട്ടിന് കുറച്ച് പെർഫ്യൂമും അടിച്ചു കൊടുക്കും. കാരണം ഗിഫ്റ്റ് ബോക്സ് ഒന്ന് തുറക്കുമ്പോൾ നല്ല ഗുഡ് സ്മെല്ലുണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സിമ്പിൾ കാർഡും പിന്നെ താങ്ക് യു കാർഡൊക്കെ വെച്ചിട്ട് ബോക്സ് ഇതാ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിലൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തെടുക്കാം. അതിൽ ഒരു ടാഗും കൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് കൊറിയർ ചെയ്യാം. ഈ ഒരു വർക്ക് കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട്.
തലേന്നേ ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. തലേന്ന് രാത്രി കിടക്കുമ്പോൾ നാളെ രാവിലെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൽ നിന്ന് ഇന്ന് ചെയ്ത ഉച്ചവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ടിക്ക് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്ലീനിങ് പരിപാടിയാണ്. ഈ ഒരു വർക്ക് കഴിയുമ്പോഴേക്ക് തറ നന്നായിട്ട് അഴുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അടിച്ചു വാരി തുടക്കണം. അതിനുശേഷം ചെറുതായിട്ടുള്ള ഒരു ക്ലീനിങ് കഴിഞ്ഞു. ഡെസ്കും അതുപോലെ ചെറുതായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വർക്ക് ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം വർക്ക് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഭക്ഷണം കഴിക്കും. നല്ല ചോറും പിന്നെ പരിപ്പിൻ്റെ കറിയും പപ്പടവും സോയാബീൻ്റെ ഒരു ഫ്രൈ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേന ഫ്രൈ ആക്കിയതും ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. മോൾക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് സെബാമെൻറ്റിൻ്റെ പൗഡറും പിന്നെ ക്രീമും പിന്നെ ലിപ് ബാം ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്, പിന്നെ സൺസ്ക്രീനും. പിന്നെ കസ്റ്റമർ പറഞ്ഞ ഒരു വാലറ്റ്, അത് ആമസോണിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതും കൂടി ഓർഡർ ചെയ്തു. ഇനി നമുക്ക് അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കൊരു 3 ബൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ചോക്ലേറ്റ് ബൊക്കെയാണ്. അതിൽ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റും പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കിറ്റ്കാറ്റും കിൻഡർ ബുവാനും വെച്ചിട്ടാണ് കേട്ടോ ബൊക്കെ ചെയ്യാനുള്ളത്. അപ്പോൾ ബൊക്കെ ഷീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബൊക്കെ ചെയ്യാം. ഒരു വലിയ ബൊക്കെയും പിന്നെ 2 മിനി ബൊക്കറ്റ്സും ആണ്. അപ്പോൾ ഈ ഒരു വലിയ ബൊക്കെ എനിക്ക് ഇന്ന് രാത്രി തന്നെ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയുള്ള ബൊക്കെയും കൂടി ചെയ്തെടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. എത്ര തന്നെ ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ബൊക്കറ്റ് മേക്കിംഗ് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഐറ്റമാണ് കേട്ടോ. എപ്പോഴും ഉണ്ടാക്കിയാലും ഒരു 3-4 പ്രാവശ്യം മേക്കിംഗ് ചെയ്യേണ്ടി വരും. കാരണം എപ്പോഴും എനിക്ക് തെറ്റിപ്പോകുന്ന കാര്യമാണ് ഈ ബൊക്കറ്റ്. എനിക്ക് തീരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല. പക്ഷെ അവസാനം എനിക്ക് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് കിട്ടാറുണ്ട്. പക്ഷെ കുറേ ടൈം എടുക്കും. ഈ ഒരു 3 ബൊക്കെ ചെയ്യാൻ തന്നെ ഞാനൊരു 2.5 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു 3 ബൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത്രയ്ക്ക് എനിക്ക് മെനക്കെടുന്ന ഒരു പണി എന്ന് പറയുന്നത് ബൊക്കറ്റ് മേക്കിംഗ് മാത്രമാണ്. അത് എത്ര ചെറുതായാലും ഞാൻ കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ കോൺഫിഡൻസ് ഇല്ലാതെ എത്ര ചെയ്താലും ശരിയാവാത്ത എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ വളരെ മെനക്കെട്ട് 3 ബൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പിങ്കിലും പിന്നെ 2 ബ്ലാക്കിലാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്നിൽ 3 കിറ്റ്കാറ്റ്, പിന്നെ 4, പിന്നെ 1 കിറ്റ്കാറ്റും അതുപോലെ തന്നെ കിൻഡർ ബുവാനും വെച്ചിട്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു വലിയ ബൊക്കറ്റിൻ്റെ കൂടെ ഒരു സിമ്പിൾ കാർഡും പിന്നെ ഒരു മിനി ഫ്രെയിമുമാണ് നമുക്കിന്ന് ഡെലിവറി ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഇപ്പോഴന്നെ എടുത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഫോട്ടോ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നൈറ്റ് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യണം. ഈ ഒരു വർക്ക് കഴിയുമ്പോഴത്തേക്കും ആസ് യൂഷ്വൽ എൻ്റെ തറ നല്ല അലങ്കോലമായിട്ടുണ്ട്. എൻ്റെ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അവളെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വിളിച്ചിട്ടിട്ടുണ്ട്. ആളിത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് അടക്കിപ്പെറുക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഡെലിവറിക്ക് പോവാം. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഡെസ്ക് ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് ഡെലിവറി ചെയ്യാനുള്ള ഓർഡേഴ്സ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇന്ന് രാത്രി പോയി ഡെലിവറി ചെയ്യാനുള്ളത്. ഈ സൈഡൊക്കെ കുറേ സാധന സാമഗ്രികളാണ്. നട്ട്സ് ജാറ് പിന്നെ ഫോട്ടോ ഫ്രെയിം എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ക്യാൻഡിലും കൂടി സെൻറ്റഡ് ക്യാൻഡിലും കൂടി കത്തിച്ച് വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് ഞാൻ ഡെലിവറിക്ക് പോവാണ്. അവിടത്തേക്ക് പോയി അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നാളത്തെ ടു ഡു ലിസ്റ്റും കൂടി ചെയ്തിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ എനിക്ക് ഡെലിവറി ചെയ്യാനുള്ള ഒരു ഷർട്ട് പിക്കപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി പിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ രാത്രിത്തെ ഫുഡ് കൂടി നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഹർദീസിൽ നിന്ന് ടേക്ക് അവേ എടുത്ത് നമ്മൾ ഡിന്നർ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വീട്ടിൽ പോയിട്ട് കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.